ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ഒരു നല്ല അടിപൊളി ഒരു ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. ബേക്കിംഗ് സോഡയോ മുട്ടയോ അതോ അങ്ങനത്തെ ഒരു ഇൻഗ്രീഡിയൻസും വേണ്ട. ആകെപ്പാട് 3 ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. ഞാൻ ബിസ്ക്കറ്റാണ് എടുത്തേക്കുന്നത്. ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ഇനി ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു ബിസ്ക്കറ്റ് വെച്ചിട്ട് ഞാനൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യം ഒരു 20ഓളം ബിസ്ക്കറ്റ് ഉണ്ട്. അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ മിക്സ് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. ബിസ്ക്കറ്റെല്ലാം നന്നായിട്ടൊന്ന് നല്ല പൊടിയായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റിയിടാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമ്മൾ ശരിക്കും ഞെട്ടും. നല്ലൊരു അടിപൊളി കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഗുഡ് ഡേയുടെ ടേസ്റ്റാണ് കിട്ടുക. നന്നായിട്ടൊന്ന് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ചുകൂടെ മിക്സിയുടെ ജാറിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കുറച്ചുകൂടെ തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നല്ല ഫൈനായിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് പഞ്ചസാര എല്ലാ തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് 250 ml പാലാണ്. നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ കേക്ക് നല്ല രീതിയിൽ കിട്ടില്ല. നമുക്ക് അകം വേകാതെയും അങ്ങനെയൊക്കെ പല കേക്കിന് കുറേ ഫോൾട്ട് ഉണ്ടാവും. അപ്പം റൂം ടെമ്പറേച്ചറിൽ വെച്ച പാൽ തന്നെ യൂസ് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കേക്കിൻ്റെ ആ ടെക്സ്ചർ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വേറെ ഒരു ഇൻഗ്രീഡിയൻസും ഇല്ല. ഇത്രയേ ഉള്ളൂ. നമ്മൾ പഞ്ചസാരയും പാലും ആഡ് ചെയ്ത് ജസ്റ്റ് ആ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനനുസരിച്ച് കുറേശ്ശെയായിട്ട് ഞാൻ പാല് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ശരിക്കും കേക്കിന് കുറേ മുട്ടയൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇതിൽ നമ്മൾ മുട്ടയൊന്നും ചേർക്കുന്നില്ല. ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റാണ് ഇതിൽ ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പതഞ്ഞ് കിട്ടും. ഇതാണ് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. ഇനോയാണ്. ഞാൻ ലെമൺ ഫ്ലേവറിൻ്റെയാണ് എടുത്തേക്കുന്നത്. ഓറഞ്ച് ഫ്ലേവറൊക്കെ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ കിട്ടിയത് ലെമണിൻ്റെ ഫ്ലേവറാണ്. സോ ഞാൻ ഇനോ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ചൊരു പാലും കൊണ്ട് ഒഴിക്കുമ്പോഴത്തേക്കും നന്നായിട്ടതൊന്ന് ആക്ടിവേറ്റ് ചെയ്ത് വരും. നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്നുണ്ട്. നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നതിന് പകരമായിട്ട് ഇനോയുടെ ഫുള്ളൊരു പാക്കറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് ഫ്ലഫി ആയിട്ട് ആ ബാറ്റർ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ലൊരു കേക്കിൻ്റെ കറക്റ്റ് ടെക്സ്ചറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പെട്ടെന്നൊരു കേക്കൊക്കെ കഴിക്കണമെന്ന് തോന്നി അത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒരു അരമണിക്കൂർ കൊണ്ട് കേക്ക് റെഡിയായി. അങ്ങനെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു ചെറിയൊരു ചരുവാണ് എടുത്തേക്കുന്നത് കേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ആദ്യം ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മൾ ഈ കേക്കിൻ്റെ ഒരുപാട് സിമ്പിൾ റെസിപ്പീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. നമ്മൾ കേക്ക് നന്നായിട്ട് തന്നെ പൊങ്ങി വരും. നല്ല കറക്റ്റായിട്ട് നല്ല പരുവത്തിൽ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള പാലൊക്കെ യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ബേക്കായിട്ട് കിട്ടും. നമുക്ക് ഓവനും ഒന്നും വേണ്ട. സാധാ ഒരു കുക്കറിലോ അല്ലെങ്കിൽ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന തട്ടുണ്ടല്ലോ അതിലൊക്കെ വെച്ചാലും മതിയാവും. നമ്മളിപ്പോൾ അത്
ഞാനിപ്പോൾ വെക്കുന്ന ഇഡ്ഡലിയൊക്കെ വെക്കുന്ന തട്ടമാണ്. നേരത്തെ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് ഞാൻ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന തട്ടിൽ വെച്ചിട്ടുണ്ട്. ഞാൻ അരമണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അരമണിക്കൂർ കൊണ്ട് വെന്ത് കിട്ടിയില്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറോളം വെച്ച് നോക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും. എന്നിട്ട് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് അതൊന്ന് തട്ടിയെടുത്തിട്ടൊന്ന് മാറ്റിയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നല്ല പെർഫെക്റ്റ് കേക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഷുഗർ സിറപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. കുറച്ച് വെള്ളത്തിൽ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് കേക്ക് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. അങ്ങനെ ഷുഗർ സിറപ്പ് ഞാൻ അതിന് വേണ്ടി. ഇനി നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് ചേർക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗാലക്സിയുടെ ഡാർക്ക് ചോക്ലേറ്റും പിന്നെ ക്രിസ്പി ബേസുള്ളൊരു ചോക്ലേറ്റുമാണ് എടുത്തേക്കുന്നത്. ഞാൻ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഫ്രോസ്റ്റിങ്ങും വിപ്പിംഗ് ക്രീമും ഒക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പം എൻ്റെ കയ്യിലുള്ള ചോക്ലേറ്റ് വെച്ചിട്ട് നല്ലൊരു ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ജസ്റ്റ് മെൽറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഡാർക്ക് ചോക്ലേറ്റാണ്, ഗാലക്സിയുടെ ഡാർക്ക് ചോക്ലേറ്റ്. ശരിക്കും നല്ല ടേസ്റ്റാണ് ഡാർക്ക് ചോക്ലേറ്റ്. അപ്പം ഞാൻ 2 ഫ്ലേവറാണ് എടുത്തേക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനൊരു 2 മിനിറ്റ് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് എടുത്താണിത്. നമ്മൾ ആ കേക്കിൻ്റെ ബാറ്ററിലോട്ട് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല കിട്ടിയിലും ടേസ്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും ഈ മെൽട്ടായിട്ടുള്ള ചോക്ലേറ്റും ആ കേക്ക് കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ശരിക്കും ബിസ്ക്കറ്റ് വെച്ച് ഉണ്ടാക്കിയതാണെന്ന് ആരും പറയില്ല. പിന്നെ ഞാൻ വേറെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ സ്ട്രോബെറി ഞാനൊരു പൂവിൻ്റെ ഷേപ്പിൽ, നമ്മൾ റോസാ ഫ്ലവറില്ലേ, റോസാപ്പൂവിൻ്റെ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് പൈപ്പിംഗ് ബാഗിൽ നല്ല അടിപൊളി ഡിസൈനൊക്കെ ചെയ്യാൻ അറിയാവുന്നവർ അതൊക്കെ ചെയ്യുക. ഇതിപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു രീതിയിൽ ഞാൻ ചെയ്യുകയാണ്. എല്ലാവർക്കും ഈ കേക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ന്യൂ ഇയറൊക്കെ നന്നായിട്ട് ആഘോഷിക്കുക. ന്യൂ ഇയർ ആഘോഷമൊക്കെ എല്ലാവരും നന്നായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ നമ്മുടെ സ്ട്രോബെറി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം സൈഡ് ഭാഗം ഒന്ന് നന്നായിട്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നടുക്കുന്ന റൗണ്ടായിട്ടൊന്ന് കത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴിക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വിടർത്തിയെടുക്കുക. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സ്ട്രോബെറിയുടെ ഇത് ഉണ്ടാക്കാൻ പറ്റും. ഇതെന്ന് വെച്ചാൽ താഴെ നമുക്ക് ആ ഒരു ഇലയുള്ളത് കൊണ്ട് ഈ റോസാപ്പൂവിൻ്റെ ഒരു കറക്റ്റ് ഒരു ഷേപ്പ് നമുക്ക് ഫീൽ ചെയ്യും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയില്ലേ. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മൾ ആ ചോക്ലേറ്റിൻ്റെ മെൽറ്റ് ചെയ്ത് ഒഴിച്ച് അതിലേക്ക് ആ സ്ട്രോബെറിയുടെ 2 ഫ്ലവേഴ്സ് ഞാൻ 2 ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 ഫ്ലവേഴ്സ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ന്യൂ ഇയർ സ്പെഷ്യലായിട്ടുള്ള ഈ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ന്യൂ ഇയറൊക്കെ നന്നായിട്ട് ആഘോഷിച്ചിട്ട് സേഫായിട്ടിരിക്കുക. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. ഇനിയുള്ള ഈ വർഷം എല്ലാവർക്കും നല്ലതാവട്ടെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.